ഹലോ. പിന്നെ ഇന്ന് കാലത്ത് ഒരു സങ്കടകരമായൊരു ന്യൂസ് വീഡിയോ കണ്ടിച്ച്. അപ്പോൾ പൊന്നാലിപ്പോൾ ഇന്നലെ കണ്ട് ഒരു ബൈക്ക് ആക്സിഡൻറ്റ് ഉണ്ടായിട്ട് കുട്ടികൾ മരിച്ചിരുന്നപ്പോൾ ഒരു വീഡിയോ കണ്ട്. അപ്പോൾ എൻ്റെ വൈഫിൻ്റെ പഴയ വീടിൻ്റെ അടുത്താണ് ഇപ്പോൾ ആക്സിഡൻറ്റ് എന്നുള്ളത്. അപ്പോൾ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങടാ മക്കൾ ഇങ്ങനെ പോണ്. നമ്മളവരെ പോക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താ അർജൻറ്റൊക്കെ ആയിട്ട് എന്തെങ്കിലും മേടിക്കാൻ പോവുക, വീട്ടിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടപ്പോൾ മരുന്ന് മേടിക്കാൻ എന്തെങ്കിലും വണ്ടി വിളിക്കാനൊക്കെ നമ്മൾ വിചാരിക്കുക. പക്ഷേ എന്താ വെച്ചാൽ അവർ വെറുതെ ഇങ്ങനെ അടിച്ച് വിളിച്ച് പോവുകയാണ്. ഇന്നിപ്പോൾ ഒന്നിന് കുറവില്ല, അവർക്ക് ഒരു കുറവില്ല. ഡ്രസ്സിന് ഡ്രസ്സ്, വണ്ടിക്ക് വണ്ടി, ഫോണിന് ഫോൺ, പൈസക്ക് പൈസ, ഫുഡിന് ഫുഡ്. ഇതൊക്കെ നമ്മളൊരു വിരൽ തുമ്പിൽ കൊണ്ട് നെക്കി കഴിഞ്ഞാൽ സാധനം നമ്മൾ വീടിൻ്റെ പടിക്കൊക്കെ എത്തും. അപ്പോൾ ഞങ്ങളെ കാലഘട്ടം 90, 2000-ൻ്റെ ഉള്ളിലൊക്കെ ഉള്ള കാലഘട്ടമൊക്കെ ഞങ്ങളൊക്കെ എങ്ങനെ ജീവിച്ചെന്ന് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഉള്ള പ്രായത്തിലുള്ള ആൾക്കാർക്കൊക്കെ ഏകദേശം അറിയാം. ഞങ്ങൾക്ക് ബൈക്ക് പോലും ഇല്ല. ഒരു സൈക്കിളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് ബൈക്ക് ഓടിക്കാറില്ലെങ്കിലും പിന്നെ ഞങ്ങൾക്കൊക്കെ ഏകദേശം ബുദ്ധി വന്ന കാലത്തൊന്നും ഞങ്ങൾക്ക് ബൈക്കേ കിട്ടിയിട്ടില്ല. ആരാൻ്റെ ബൈക്കുമൊക്കെ ഇരിക്കാൻ വേണ്ടി നമ്മൾ കൊതിച്ചിട്ടുണ്ട്, എന്നിട്ടല്ലേ ഓടിക്കൽ. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞങ്ങൾ അന്നത്തെ കാലത്തൊക്കെ ഞങ്ങൾ സൈക്കിള് 2 റുപ്യ 1 റുപ്യ കൊടുത്തിട്ട് സൈക്കിൾ തന്നെ നമ്മൾ വാടക എടുക്കുക. 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ അങ്ങനെ. അതും അതിന് പോലും പൈസ ഉണ്ടാവില്ല. അപ്പോൾ ഇന്നത്തെ കാലത്ത് കഴിച്ചൊക്കെ നമ്മൾ 10ാം ക്ലാസ് ജയിച്ച മക്കൾക്ക് ബൈക്ക്, വേറെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ മക്കൾക്ക് ബൈക്ക്, മറ്റേ ഒരു ബർത്ത്ഡേക്ക് ബൈക്ക്, കല്യാണത്തിന് ബൈക്ക്, കാറ്, എന്തൊക്കെ എന്നുള്ള ആഡംബര ജീവിതം ഇന്നത്തെ കാലത്ത് നമുക്ക്. പക്ഷേ അന്നത്തെ കാലത്ത് അങ്ങനെ. പക്ഷേ അതുകൊണ്ടിപ്പോൾ പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മക്കളെ ഒന്ന് മെല്ലെ വണ്ടിയൊക്കെ ആയിട്ടൊന്ന് ശ്രദ്ധിച്ചിട്ടൊക്കെ പോവും. നിങ്ങളിങ്ങനെ കൊഴിഞ്ഞു പോകുന്നത് നാട്ടുകാർക്കൊരു പ്രശ്നമില്ലെങ്കിലും പക്ഷെ നിങ്ങൾ വീട്ടുകാർക്ക് ഭയങ്കര പ്രശ്നമാടാ. നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ, മരണപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ വലിയൊരു അടുത്ത തലമുറയില്ലാണ്ടാവണം. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടൊക്കെ വണ്ടി ഓടിക്കണം. ഈ പോലീസുകാർ നിങ്ങൾക്ക് ഫൈനിന് വെറുതെ അല്ല, നിങ്ങളോട് ദേഷ്യം തെറ്റില്ല. കാരണം ആ ഫൈന് തന്നെ ഇനിയും നിങ്ങൾ ആ തെറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആ ഫൈന് തന്നെയല്ല, അത് നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ടൊന്നല്ല. അപ്പോൾ അതുകൊണ്ട് മക്കളെ നല്ല പോലൊക്കെ ശ്രദ്ധിച്ചും കണ്ടിട്ടൊക്കെ പോകും. നിങ്ങളിങ്ങനെ കൊഴിഞ്ഞു പോകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. മറ്റുള്ള ആൾക്കാർക്കൊന്നും വണ്ടി സ്പീഡ് പോകാൻ അറിയാണ്ടൊന്നുമല്ല, പേടിച്ചിട്ടൊന്നുമല്ല. പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കെന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ നമ്മൾ കുടുംബത്തിനാരുള്ളത് അത്ര ചിന്തിച്ചിട്ടാണ്. നമ്മളെ കൺമുന്നിലൊക്കെ നമ്മളൊന്ന് കാണുകയാണ്, ഓരോരുത്തർ ഇത്ര വയസ്സുള്ള ആൾക്കാർ മരണപ്പെട്ടു പോയി. അറ്റാക്ക് വരെ വന്നിട്ടുണ്ട് ചെറിയ ചെറിയ ചെക്കന്മാർക്കൊക്കെ. അപ്പോൾ ആലോചിച്ച് നോക്ക്. അപ്പോൾ എന്തായാലും ശ്രദ്ധിച്ച് പോകണം മക്കളെ, അത്രേ പറയാനുള്ളൂ. ശരി. ഹലോ, ഗുഡ് മോർണിംഗ്. നല്ല വിശേഷമൊക്കെ. ഇന്നും പുലർച്ചെ നല്ല മഴ ഉണ്ടായിരുന്നു.